നീറ്റ് 2025 റിസൾട്ട് കാത്തിരിക്കുന്ന ഈ നിമിഷത്തില് നമ്മൾ ഓർക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് സിനിയൻ രുജുല ക്ലാസ്സസിലെ കുട്ടികൾ IIT-യിലും ഐസറിലും എയിംസിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ വിജയ ശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് സിനിയൻ രുജുല ക്ലാസ്സസ് വളരാനുള്ള കാരണം എന്ന് പറയുന്നത് വളരെ കുറച്ച് കുട്ടികളെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നീറ്റിന് നമുക്ക് 3 റിപ്പീറ്റേഴ്സ് ബാച്ചും അതുപോലെ ജെഇക്ക് 1 റിപ്പീറ്റേഴ്സ് ബാച്ചും അടക്കം ഏകദേശം 200 കുട്ടികളെയാണ് നമ്മൾ ഓരോ വർഷവും ട്രെയിൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് ഓരോരുത്തരുടെയും നീഡ്സ് അനുസരിച്ച് അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ ഞങ്ങളുടെ ടീമിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് ഒരു കാര്യം, കുട്ടികൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ഇയർ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടീച്ചർ തന്നെയാണ് ഓരോ കുട്ടികളുടെയും കൂടെ ഉണ്ടാവുക. അപ്പോൾ സബ്ജക്ട് എടുക്കുമ്പോൾ മാറുന്നില്ല, ടോപ്പിക്സ് എടുക്കുമ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. അത് അവർക്ക് ഭയങ്കര എഡോൺ ആണ്. അപ്പൊ കുട്ടികൾക്ക് അത്രയും ഒരു അടുപ്പം ആ ടീച്ചേഴ്സ് ആയിട്ട് ഉണ്ടാവുന്നു. അവരുടെ ഡൗട്ട്സ് ചോദിക്കുക, അവർക്ക് പിന്നിലേക്ക് നിൽക്കേണ്ടി വരുന്നില്ല. അപ്പപ്പോ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നത് അവരുടെ കൺസെപ്റ്റ് ഉറപ്പിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവണം. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് നീറ്റ് 2025 ഇത്രയും ടഫായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചത്. കുട്ടികൾ അത്ര ഇന്റൻസായി വർക്ക് ചെയ്യാൻ തയ്യാറായിരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതായത് ദിവസം 2 മോക്ക് എഴുതാനൊന്നും അവർ മടി കാണിച്ചിട്ടില്ല. ടീച്ചർക്ക് ഓർമ്മയില്ലേ, അതായത് അവര് ഇടയ്ക്ക് നമ്മൾ ടഫ് ആയിട്ടുള്ള മോക്കുകൾ കൊടുക്കുമ്പോൾ നമ്മളോട് മാർക്ക് ഡിപ്പ് വരുമ്പോ കരഞ്ഞ് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അവർക്ക് ലൈറ്റ് ആയിട്ടുള്ള എക്സാംസ് കൊടുക്കും. അപ്പൊ ഈ വർഷം നമുക്ക് 2 മിക്സ് ചെയ്തുകൊണ്ട് ടഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്തുകൊണ്ട് അവരെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ പലരും പല ലെവലും പല ആഗ്രഹങ്ങളും പല പ്രൊഫഷണൽ കോഴ്സും ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. അവർ ഏത് പ്രൊഫഷണൽ കോഴ്സ് ആണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതെ, അതിലൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ വരുന്ന എല്ലാവരോടും നമുക്ക് നീറ്റ് MBBS കിട്ടും, അല്ലെങ്കിൽ വെറ്റിനറി കിട്ടും, ഐസർ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 70% മാർക്കുമായിട്ട് ചിലപ്പോൾ കുട്ടികൾ വരാം. അപ്പൊ അവർക്ക് നീറ്റ് കിട്ടും എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ആ 70% അവന്റെ സാഹചര്യം കൊണ്ട് കുറഞ്ഞു പോയത് കൊണ്ടാണെങ്കിൽ നമുക്ക് അവനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കാരണം അത്രയും സമയം എടുക്കണല്ലോ. ഇത് ബേസ് ഉറപ്പിച്ച് കൺസെപ്റ്റ് റിച്ച് ആക്കി ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമ്പോ ഇറ്റ് വിൽ ടേക്ക് ടൈം, ഫങ്ഷൻ ഓഫ് ടൈം ആക്ച്വലി. അപ്പൊ അത് നമ്മൾ ഇവിടെ ഓരോരുത്തരുടെ അഡ്മിഷൻ എടുക്കുമ്പോൾ അവരോട് നമ്മൾ ഡീറ്റെയിൽ ആയി പറയും. ഹാർഡ്ഷിപ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. അതിനെ ഹാപ്പി ആയിട്ട് നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ്. ഈവൻ നമ്മൾ പാരന്റ്സിനോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകാറുള്ളത് അല്ലെ. അതെ, ഓരോ കുട്ടിയുടെയും ലേണിംഗ് സ്ട്രാറ്റജീസ് ഡിഫറെന്റ് ആണ്, റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ്. സിലബസ് എക്സാം ഒന്നാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് ഒരു ചെറിയ പോപ്പുലേഷൻ ആയതുകൊണ്ട് നമുക്ക് അവരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് സമയാസമയങ്ങളിൽ അവരുടെ റിക്വയർമെന്റ് അറിഞ്ഞ് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സിനിയൻ രുജുലയുടെ ഹൈലൈറ്റ്. അതെ, ഓരോ ഡിപ്പിലും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. ഓരോ കുട്ടിയുടെയും കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കണം. പക്ഷെ നമുക്ക് ഇതുവരെ അത് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ. അതെ, അതുപോലെ തന്നെ ഇപ്പോ ഒരു എക്സാമിന് പ്രിപ്പറേഷൻ എന്നതിനുപരി ഇപ്പോഴത്തെ ഒരു സാഹചര്യം സെനാരിയോ വെച്ച് പെർഫോമൻസിനും കൂടെ നമ്മൾ ഈക്വൽ വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. നമുക്കറിയാം പ്രിപ്പറേഷനും പെർഫോമൻസും കൂടിയാലാണ് റിസൾട്ട് വരിക. പ്രിപ്പറേഷനും പെർഫോമൻസും അതിന് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ടെന്നും എക്സാമിനേഷൻ ഹോളിൽ അഡാപ്റ്റ് ചെയ്യണം ആക്ച്വലി. അപ്പൊ പലതരത്തിലുള്ള ഡൈവേഴ്സ് ഓർ അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതുപോലെ ഈ നീറ്റിൽ തന്നെ കുട്ടികൾക്ക് പലർക്കും സമയം പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ ലേറ്റ് ആയി, അതുപോലെ ഫ്രിസ്കിംഗ് ടൈം ഒരുപാട് ലേറ്റ് ആയി. ഒരു 150 ഒക്കെ ആവുമ്പോഴാണ് പലരും ഓടിക്കതച്ച് റൂമിലെത്തിയത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അവർക്ക് ഉണ്ടാവാം. അതൊക്കെ ഓവർകം ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം കൂടെ അവർക്ക് ഉണ്ടാവണം. അപ്പൊ അവിടെ വേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും ഒക്കെയാണ്. ഇതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ശക്തി നമുക്ക് ഉണ്ട് എന്ന് അവർ ആദ്യം മുതലേ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഉത്തരവാദിത്വം കൂടിയിരിക്കണം. ആക്ച്വലി റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അതായത് ഓരോ അഡ്മിഷനും സിനിയൻ രുജുല ഓരോ ഉത്തരവാദിത്തമായിട്ടാണ് ഏറ്റെടുക്കുന്നത്. അവരുടെ ത്രൂ ഔട്ട് ദ ജേണി കൂടെ നിൽക്കുക, അവരുടെ പെർഫോമൻസ് സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നീറ്റ് 2025 പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടെ നമ്മൾ പോർഷൻസ് ഫിനിഷ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ റിവിഷൻസിലേക്ക് പോവാണ് ചെയ്തത്. യൂണിറ്റ് വൈസ് ആണ്. കുട്ടികളെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് നമ്മൾ റിവിഷൻ ഫേസ് തന്നെയാണ്. ചാപ്റ്റർ വൈസ് നമ്മൾ വീണ്ടും റിവിഷൻ ഉത്സവമായിരുന്നു. ഒരു 3 to 5 ഫുൾ ഡൗട്ട് ക്ലിയറൻസും ഡിസ്കഷൻസും. അതെ, അങ്ങനെ തന്നെയായിരുന്നു. അത് ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 2026 നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും നമ്മൾ പോർഷൻസ് ഇതുപോലെ ഡിസംബറിന് മുന്നേ അവസാനിപ്പിച്ച് റിവിഷൻ ഫേസിലേക്ക് കടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഇത്തവണ. ലാസ്റ്റ് ഇയർ നമ്മൾ ഒരുപാട് മോക്കുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കഴിഞ്ഞ കൊല്ലത്തെ നീറ്റിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻകോപ്പറേറ്റ് ചെയ്യാണ്. 2025 സിനിയൻ രുജുലയിലെ കുട്ടികളുടെ റിസൾട്ട് വിജയ ശതമാനത്തിൽ നമ്മളെ മുന്നിലേക്ക് തന്നെ നയിക്കുകയാണ്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്
നമ്മൾ 2026 നീറ്റ് ആൻഡ് ജെഇ റിപ്പീറ്റേഴ്സിനെ ക്ഷണിക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ റെഡിയാണ്. 2026 നീറ്റ് ഈസിയോ ടഫോ എന്നുള്ളതല്ല കാര്യം. കുട്ടികള് റിച്ച് ആയിട്ട് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. 2026 നീറ്റ് ആൻഡ് ജെഇ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനോ റിപ്പീറ്റ് ചെയ്യാനോ സൂപ്പർ റിപ്പീറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ തീരുമാനം തന്നെയാണ്. അത്രയും ഡിറ്റർമിൻഡ് ആണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക തന്നെ വേണം. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും ഉപേക്ഷിക്കാനുള്ളതല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. സിനി ആൻഡ് ഉജ്ജ്വല എന്നും കുട്ടികൾക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഞങ്ങൾക്കിപ്പോ തരാനുള്ളത്.